വെൽക്കം ബാക്ക് എവരിവൺ. ദിസ് ഈസ് ഹരീഷ് ഫ്രം ടെക് ടോക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ടെക് ടോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Let's put our living stereo stylus in this groove. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടെ ആ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. യെസ്, ആപ്പിൾ ഐപാഡ് പ്രോ 2020 നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ പതിവ് പോലെ ഈ ഒരു യൂണിറ്റ് നമുക്ക് റിവ്യൂവിനായിട്ട് തന്നിരിക്കുന്നത് എറണാകുളത്തെ പെൻഡാമനയിലുള്ള ഈ സ്റ്റോർ എന്നുള്ള സ്ഥാപനം തന്നെയാണ്. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ആപ്പിളിൻ്റെ ഏതൊരു പ്രൊഡക്റ്റും ലോഞ്ചിന് ശേഷം ഏറ്റവും ആദ്യം നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഈ സ്റ്റോറുമായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം. സോ എക്സൈറ്റ്മെൻറ്റ് ഒട്ടും കളയുന്നില്ല. സോ ദിസ് ഈസ് ഐപാഡ് പ്രോ 2020. ഇത് 12.9 ഇഞ്ചിൻ്റെ 256 GB വേരിയൻ്റ് ആണ്. അതായത് ഐപാഡ് ഇറക്കിയയിൽ വെച്ചിട്ട് ഏറ്റവും വലിയ സൈസാണിത്. വൈഫൈയും സെല്ലുലറും കൂടിയുള്ള മോഡലാണ് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. സോ അൺബോക്സ് ചെയ്യാം. എന്തായാലും ഐപാഡ് അൺബോക്സ് ചെയ്യുന്നത് കുറേ കാലത്തിന് ശേഷമാണ്. സെക്കൻഡ് ജനറേഷൻ ഐപാഡ് ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തിരുന്നു. എന്തായാലും അടിപൊളിയാണ്. എത്ര തിന്നാണെന്നറിയോ ഇത്. സൈസ് കണ്ടിട്ട് ഹെവി ആണെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ കൂടെ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഇൻസ്ട്രക്ഷൻ മാനുവൽസ്, ആപ്പിൾ സ്റ്റിക്കേഴ്സ്, 18 വാട്ട്സിൻ്റെ ഒരു പവർ അഡാപ്റ്ററാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. അത് ടൈപ്പ് സി കണക്ടിവിറ്റിയാണ്. അതുപോലെ ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജിങ് കേബിൾ കം ഡാറ്റ കേബിളാണ് ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നത്. ദാറ്റ്സ് ആൾ. അടിപൊളി. 2 കളർ വേരിയൻറ്റുകളിലാണ് ഈ ഐപാഡ് പ്രോ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് സ്പേസ് ഗ്രേ ആണ്. ആപ്പിളിൻ്റെ ട്രഡീഷണൽ കളറായ ഗ്രേ കളറിലും ഈ ഐപാഡ് ഇറങ്ങുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. 643 ഗ്രാംസ് മാത്രമാണ് ഇതിൻ്റെ വെയിറ്റ്. ഐപാഡിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള പുതിയ മാജിക് കീബോർഡിൻ്റെ കണക്ഷന് വേണ്ടിയിട്ടുള്ള പോർട്ടാണ് ഈ കാണുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഐപാഡിൽ അപ്ഗ്രേഡഡ് ആയിട്ട് വന്നത് പുതിയ ക്യാമറ മോഡ്യൂൾസ് ആണ്. 1.8 അപ്പേച്ചറോട് കൂടിയ 12 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിൾ ക്യാമറ. ഇതിൽ 2x ഒപ്റ്റിക്കൽ സൂമും 5x ഡിജിറ്റൽ സൂമും ഉണ്ട്. 10 മെഗാ പിക്സലിൻ്റെ 125 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂയോട് കൂടിയ ഒരു അൾട്രാ വൈഡ് ക്യാമറ. ഇതിൻ്റെ അപ്പേച്ചർ 2.4 ആണ്. ട്രൂ ടോൺ ഫ്ലാഷ്, മൈക്രോഫോൺ ആൻഡ് ഫൈനലി പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ലൈഡാർ സെൻസറാണ്. ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് ആണ് ഇതിൻ്റെ ഫുൾ ഫോം. അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AR ഫീച്ചേഴ്സിനാണ് ഈ ഒരു സെൻസർ മെയിൻലി ഉപയോഗിക്കുന്നത്. എങ്കിലും ഈ ഒരു ഫീച്ചർ എത്ര പേർക്ക് യൂസ്ഫുൾ ആവുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഈ ഒരു ഫീച്ചർ കൊടുത്തത് ഒരു നല്ല കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ മെഷർമെൻ്റ് ആപ്പ് ഇപ്പോൾ കുറച്ചുകൂടെ പ്രിസൈസ് ആണ്. അതായത് വാല്യൂസൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ 7 മെഗാ പിക്സലാണ്. ഈ ക്യാമറയിൽ മാത്രമാണ് പോർട്രേറ്റ് മോഡ് എനേബിൾ ചെയ്തിരിക്കുന്നത്. P3 കളർ ഗാമറ്റോട് കൂടിയ 120 ഹെർട്സിൻ്റെ ഹൈ റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ ആണ് ഈ ഐപാഡിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കൂടാതെ 600 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ്സും വിവിഡ് കളേഴ്സും ഈ ഒരു ഐപാഡ് യൂസർ എക്സ്പീരിയൻസ് ബെറ്റർ ആക്കുന്നു. ഹ്യൂജ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഈ ഒരു റിഫ്രഷ് റേറ്റ് നമുക്ക് തരുന്ന എക്സ്പീരിയൻസ് നെക്സ്റ്റ് ലെവലാണ്. അഫ്കോഴ്സ് ഇതിൽ കൊടുത്തിരിക്കുന്ന A12Z ബയോണിക് ചിപ്പ് തന്നെയാണ് ലേറ്റ് 2020 ഇറങ്ങാൻ പോകുന്ന മാക് മെഷീനുകളിലും ARM ബേസ്ഡ് പ്രോസസ്സറായിട്ട് വരാൻ പോകുന്നത്. ഗീക്ക് ബെഞ്ച് ടെസ്റ്റിലും മറ്റേതൊരു മൊബൈൽ ഡിവൈസിനേക്കാളും ഹയസ്റ്റ് സിംഗിൾ കോർ സ്കോർ തന്നെയാണ് ഈ ഐപാഡിലും ലഭിച്ചിരിക്കുന്നത്. iOS ഡിവൈസിൻ്റെ റാം എപ്പോഴും ആപ്പിൾ റിവീൽ ചെയ്യാറില്ലെങ്കിലും ഇവിടെ 6 GB ഓഫ് റാമാണ് ഗീക്ക് ബെഞ്ച് മാർക്ക് സമ്മറിയിൽ കാണിച്ചിരിക്കുന്നത്. ഒരു രക്ഷയുമില്ലാത്ത ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ ഐപാഡ് നൽകുന്നത്. 120 ഹെർട്സിൻ്റെ ആ ഒരു സ്മൂത്ത് ഫ്ലോ വളരെ ഇംപ്രസീവാണ്. എന്തായാലും ആപ്പിളിൻ്റെ കാര്യത്തിൽ അറിയാമല്ലോ, റാമിലും പ്രോസസ്സറിലൊന്നും അല്ല കാര്യം. ആപ്പിളിൻ്റെ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ഒപ്റ്റിമൈസേഷനിലാണ് ഈ ഒരു പെർഫോമൻസ് കൺസിസ്റ്റൻസി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഐപാഡിൽ എത്ര ഹെവി ടാസ്കും വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. ബാറ്ററി പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മിഡ് ആവറേജ് യൂസേജിലും ഒരു ഹോൾ ഡേ ബാറ്ററി ബാക്കപ്പ് ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഈവൻ സ്റ്റാൻഡ് ബൈ മോഡലാണെങ്കിലും ഒരാഴ്ചത്തെ ബാറ്ററി ബാക്കപ്പാണ് ആപ്പിൾ അവകാശപ്പെടുന്നത്. പിന്നെ ഇംപ്രൂവ്മെൻറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ സ്പീക്കർ സിസ്റ്റത്തിലാണ്. മുകളിലും താഴെയുമായി 4 ഹൈ ഫിഡിലിറ്റി സ്പീക്കേഴ്സാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഡോൾബി അറ്റ്മോസിൻ്റെ ഇമ്മേഴ്സീവ് ആയിട്ടുള്ള ഓഡിയോ എക്സ്പീരിയൻസും ഈ ഐപാഡ് ത്രൂ നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. ഓഡിയോയുടെ ലോ ഫ്രീക്വൻസി നന്നായിട്ട് ഈ ഒരു സ്പീക്കർ വഴി നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഐപാഡ് ക്യാമറ കൂടുതൽ ഉപയോഗിക്കുന്നത് ഡോക്യുമെൻറ്റ് സ്കാനിങ്ങിനും മറ്റുമായിരിക്കും. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സൈസ് കാരണം ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ക്യാമറയായോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഐപാഡ് യൂസ് ചെയ്യുന്നു.
എങ്കിലും നല്ല സ്റ്റണ്ണിങ് ക്വാളിറ്റിയുള്ള ഫോട്ടോസ് തന്നെയാണ് ഈ രണ്ട് ക്യാമറകളും ക്യാപ്ചർ ചെയ്യുന്നത്. ഐഫോൺ 11 സെയിം ക്യാമറ പാറ്റേൺ ഡിസൈൻ ആണെങ്കിലും ക്യാമറ സ്പെസിഫിക്കേഷൻ സെയിം അല്ല. അതായത് ഐഫോണിൽ 2 ക്യാമറാസും 12 മെഗാ പിക്സലിൻ്റെ തന്നെയാണ് വരുന്നത്. ഇതിൽ അൾട്രാ വൈഡ് ക്യാമറ 10 മെഗാ പിക്സലേ വരുന്നുള്ളൂ. റിയർ ക്യാമറ 4Kയിൽ 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. എങ്കിലും ഐഫോൺ 11-ലുള്ളതുപോലെ എക്സ്റ്റൻഡഡ് ഡൈനാമിക് റേഞ്ച് ഐപാഡിൻ്റെ സ്പെസിഫിക്കേഷനിൽ എവിടെയും പറഞ്ഞതായിട്ട് കാണുന്നില്ല. അൾട്രാ വൈഡ് ക്യാമറ ഉപയോഗിച്ച് 4K വീഡിയോസ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ഇതിലുള്ള പ്രൈമറി ക്യാമറയുടെ ക്വാളിറ്റി ഈ വൈഡ് ആംഗിൾ വീഡിയോസിന് കിട്ടുന്നില്ല. ഫ്രണ്ട് ക്യാമറ 1080pയിൽ 30 FPSലാണ് വീഡിയോകൾ ഷൂട്ട് ചെയ്യുന്നത്. ഡീസൻറ്റ് വീഡിയോ ക്വാളിറ്റിയാണ് ഫ്രണ്ട് ക്യാമറ തരുന്നത്. നല്ല ക്വാളിറ്റി ഫോട്ടോസ് തന്നെയാണ് ഫ്രണ്ട് ക്യാമറയും ക്യാപ്ചർ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പോർട്രേറ്റ് മോഡ് ഫ്രണ്ട് ക്യാമറയിൽ മാത്രമാണ് എനേബിൾ ചെയ്തിരിക്കുന്നത്. എഡ്ജ് ഡിറ്റക്ഷനൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടുമുണ്ട്. ഓക്കെ, ഇതുവരെ പറഞ്ഞ ഫീച്ചേഴ്സും പെർഫോമൻസൊക്കെ ഐപാഡിനുണ്ട്. പക്ഷേ എന്താണ് ഐപാഡിൽ സ്പെസിഫിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്? പലർക്കും ഈ ഒരു സംശയമുണ്ട്. ഐപാഡ് കമ്പാറ്റബിലിറ്റിയോട് കൂടിയിട്ടും ഒപ്റ്റിമൈസ്ഡും ആയിട്ടുള്ള ഒരുപാട് ആപ്സ് ആപ്പിൾ തന്നെയും അതുപോലെ തേർഡ് പാർട്ടി ഡെവലപ്പേഴ്സും എക്സ്ക്ലൂസീവ്ലി ഐപാഡിന് വേണ്ടി ഇറക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ലാപ്ടോപ്പിൽ മാത്രം ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഓൾമോസ്റ്റ് നമുക്കിന്നൊരു ഐപാഡ് ഉപയോഗിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഒരു പ്രൊജക്റ്റ് പ്രസൻറ്റേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ തന്നെ കീനോട്ട് എന്നുള്ളൊരു ആപ്പ് വരുന്നുണ്ട്. ഡ്രോയിങ്സ് ചെയ്യുന്നവർക്കായി പേപ്പറിലോ ക്യാൻവാസിലോ വരയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള പ്രോക്രിയേറ്റ് ആപ്പും ഓട്ടോഡെസ്കിൻ്റെ സ്കെച്ച് ബുക്ക് എന്നുള്ള ആപ്പും അവൈലബിൾ ആണ്. ഫോട്ടോ എഡിറ്റിംഗ് വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന അഡോബിൻ്റെ ലൈറ്റ് റൂം എന്ന ആപ്പ് ഐപാഡിൻ്റെ എക്സ്റ്റൻഡഡ് ഓപ്ഷൻസോട് കൂടി വരുന്നുണ്ട്. അതുപോലെ അഡോബ് ഫോട്ടോഷോപ്പ്, അഡോബ് ഇല്ലസ്ട്രേറ്റർ 2020 എൻഡോടുകൂടി ഐപാഡിലേക്ക് വരുന്നതാണ് അറിയാൻ സാധിച്ചത്. ഇതും കൂടാതെ വീഡിയോ എഡിറ്റേഴ്സിനായിട്ട് നമ്മളൊരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അതേ ടൂൾസും അഡ്വാൻസ്ഡ് എഡിറ്റിംഗ് ഫീച്ചേഴ്സുള്ള ലൂമ ഫ്യൂഷൻ പോലുള്ള ആപ്സ് ഉണ്ട്. അതുപോലെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത VN വീഡിയോ എഡിറ്ററിൻ്റെ ഐപാഡ് വേർഷനും ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന ആപ്സിൻ്റെയൊക്കെ മാക്സിമം ഫീച്ചേഴ്സ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് ആപ്പിൾ പെൻസിൽ ഉപയോഗിച്ചും അതുപോലെ പുതിയ ഐപാഡ് പ്രോയുടെ കൂടെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത മാജിക് കീബോർഡും ഉപയോഗിച്ചാണ്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം iOS 13.4 തൊട്ട് ബ്ലൂടൂത്ത് മൗസും കീബോർഡും ട്രാക്ക് പാഡ് സപ്പോർട്ടും ഐപാഡിൽ എനേബിൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഐപാഡ് മാത്രമാണ്. വൈകാതെ തന്നെ ആപ്പിൾ പെൻസിലും മാജിക് കീബോർഡും കമ്പൈൻ ചെയ്തുള്ള വീഡിയോയും ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും എൻ്റെ കയ്യിലുള്ള ആപ്പിൾ കീബോർഡും ആപ്പിൾ മൗസും ഞാൻ ഈ ഐപാഡുമായിട്ട് കണക്ട് ചെയ്ത് നോക്കി. ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു പെർഫോമൻസും അതായത് ഒരു PC-യിൽ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് കിട്ടിയത്. അതുപോലെ iOS-ലെ പുതിയ കഴ്സർ ഡിസൈനും വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആപ്പിൻ്റെ മുകളിൽ കഴ്സർ കൊണ്ടുവച്ചാലും അതുപോലെ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്തും ഐപാഡിൽ ടച്ച് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ആപ്പിളിൻ്റെ കീബോർഡ് മൗസ് തന്നെ ഉപയോഗിക്കണം യാതൊരു നിർബന്ധമില്ല. ബ്ലൂടൂത്ത് എനേബിൾഡ് ആയിട്ടുള്ള ഏതൊരു ഡിവൈസും ഈ ഒരു ഐപാഡിൽ കണക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഡിവൈസിൻ്റെ കണക്ടിവിറ്റി USB-C ആയതുകൊണ്ട് തന്നെ ഏതൊരു വയേർഡ് മൗസും കീബോർഡും കണക്ട് ചെയ്യാനും സാധിക്കും. USB-C OTG സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഹാർഡ് ഡിസ്കും പെൻഡ്രൈവ് പോലുള്ള സ്റ്റോറേജ് ഡിവൈസ് കണക്ട് ചെയ്ത് ഫയൽ ആപ്പ് വഴി ഐപാഡിൽ നിന്നും ഐപാഡിലേക്കും ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാനും വളരെ എളുപ്പമാണ്. അതുപോലെ നമ്മുടെ ക്യാമറയിൽ നിന്നും വീഡിയോ ഫുട്ടേജസ് ഡയറക്റ്റ് ഐപാഡിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ കോപ്പി ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഡിവൈസ് വീഡിയോ എഡിറ്റിങ്ങിൻ്റെ സമയത്ത് എത്രത്തോളം യൂസ്ഫുൾ ആവുമെന്ന് നോക്കാം. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ലൂമ ഫ്യൂഷൻ, കൈൻ മാസ്റ്റർ, നമ്മുടെ VN എഡിറ്റർ എന്നീ ആപ്പുകൾ ഐപാഡ് പ്ലാറ്റ്ഫോമിലേക്ക് ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. ഏതായാലും എൻ്റെ സോണി A7 Mark III ക്യാമറ വെച്ചിട്ട് കുറച്ച് B-roll ഫുട്ടേജസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് കീബോർഡ് മൗസൊന്നും ഇല്ലാതെ തന്നെ എഡിറ്റ് ചെയ്ത് നോക്കാം. VN എഡിറ്റിലാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇമ്പോർട്ട് ഫ്രം ഫയൽ ആപ്പ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ഞാൻ എല്ലാ ഫുട്ടേജസും ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുകയാണ്. ടോട്ടൽ 60 ഫയൽസ് ഉണ്ട്. 5.4 GB ഉള്ളതുണ്ട് ഫയൽ സൈസ്. വളരെ പെട്ടെന്നാണ് ഈ ഫയൽസൊക്കെ ഇമ്പോർട്ട് ആയത്. ഈ ഫയൽസൊക്കെ 4K റെസൊല്യൂഷനിൽ 100 Mbps ബിട്രേറ്റുള്ള വീഡിയോ ഫയൽസാണ്. പ്ലേ ബാക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്രെയിം വരെ ഡ്രോപ്പ് ആവുന്നില്ല എന്നുള്ളതാണ് സത്യം. അൺബിലീവബിൾ. വളരെ കൂളായിട്ടാണ് ഈ ഫയൽസൊക്കെ ഐപാഡ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, എഡിറ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ടെക്ടോക്കിൻ്റെ ലട്ട് വെച്ച് നമുക്കൊന്ന് ഗ്രേഡ് ചെയ്യാം. ഓക്കെ, അടിപൊളി. നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. എന്തായാലും ഈ ഒരു ഐപാഡ് പ്രോയുടെ
ഫീച്ചേഴ്സും പെർഫോമൻസ് ലെവലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ജനറേഷൻ ഓഫ് ഐപാഡ് ഇറങ്ങിയ സമയത്ത് ടാബ്ലറ്റ് കമ്പ്യൂട്ടേഴ്സിന് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഐപാഡിന് ഇത്രയും വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷയല്ല. ശരിക്കും പറയുകയാണെങ്കിൽ പവർ കമ്പ്യൂട്ടിംഗ്, പോർട്ടബിലിറ്റി, പവർ പ്രോസസ്സിംഗ് ഇതൊക്കെ നമ്മൾ കയ്യിൽ ഒതുങ്ങുന്നത് ഒരു വലിയൊരു കാര്യമല്ലേ. എനിക്ക് തോന്നുന്നു ഇനി എന്തായാലും ടാബ്ലറ്റ് PC അല്ലെങ്കിൽ പോർട്ടബിൾ കമ്പ്യൂട്ടറിൻ്റെ കാലം തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു 2020 ഐപാഡ് പ്രോൻ്റെ പ്രൈസിങ് ഏകദേശം ഒരു 85,000 തൊട്ടാണ് തുടങ്ങുന്നത്. അത് ഞാൻ എക്സാക്റ്റ് പ്രൈസ് പറയാമെന്ന് വെച്ചാൽ എപ്പോഴും ഫ്ലക്ച്വേറ്റിംഗ് ആണ് പ്രൈസ്. അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയ പ്രൈസിങ്ങിനും ബെസ്റ്റ് ഓഫേഴ്സിനും ഈ സ്റ്റോറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ആപ്പിളിൻ്റെ ഏതൊരു പ്രൊഡക്റ്റും ലോഞ്ചിന് ശേഷം ഏറ്റവും ആദ്യം നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഈ സ്റ്റോറുമായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതലായി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജായ ടെക്ഡോഗ് ബൈ ഹരീഷിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കണ്ട. കൂടെ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ടെക്ടോക്ക്. ദിസ് ഈസ് ഹരീഷ് സൈനിങ് ഓഫ്.